ഹലോ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻറ്റഗ്രൽസ് ആണ് പഠിച്ചത്. ഇൻറ്റഗ്രൽസിൽ പാർട്ട് 1 ആയിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഫണ്ടമെൻ്റൽ തിയറം ബേസ് ചെയ്തിട്ട് എങ്ങനെ വരും ക്വസ്റ്റ്യൻ എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻറ്റഗ്രേഷൻ ഏതൊക്കെ മെത്തേഡിൽ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നാണ്. അപ്പോൾ നമുക്ക് മെത്തേഡ്സ് ഓഫ് ഇൻറ്റഗ്രേഷൻ നോക്കാം. മെത്തേഡ്സ്. സോ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഇൻറ്റഗ്രേഷൻ by product, integration by product or quotient. The second one is integration by substitution. The third one is integration by parts, and the fourth one, last one, is integration by partial fraction. ഇത്രയും മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻറ്റഗ്രേഷൻ ചെയ്യുന്നത്. ഇൻറ്റഗ്രേഷൻ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുന്നത് നമ്മൾ കുറച്ച് സ്റ്റാൻഡേർഡ് റിസൾട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അതായത് ഇപ്പോൾ സൈനിക്ക് ഓരോരോ ഫോംസ് ആയിട്ട് നമ്മൾ പഠിക്കാനുണ്ട്. സോ ആ റിസൾട്ട് നമ്മൾ ഫസ്റ്റ് അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാൻ പറ്റൂ. സോ അത് നമ്മൾ ആദ്യം ബൈ ഹാർട്ട് ചെയ്യുക. ബൈ ഹാർട്ട് ചെയ്തില്ലെങ്കിൽ അത് എങ്ങനെയാണ് വരുന്നതെന്നെങ്കിലും ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. അത് കഴിഞ്ഞിട്ട് ഇത് ബേസ് ചെയ്ത് വരുന്ന പ്രോബ്ലംസ് ഫസ്റ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് വരുന്ന പ്രോബ്ലം നമുക്ക് നോക്കാം. നമ്പർ 1, ഒരു പ്രോബ്ലം എടുക്കുകയാണെങ്കിൽ ഇൻ്റഗ്രൽ എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 3dx. ഇതെങ്ങനെ ചെയ്യാം? ഇത് ചെയ്യേണ്ടത് ഇപ്പോൾ നമ്മൾ ആദ്യം ഇൻ്റഗ്രലും ഡി എക്സ് ഒക്കെ എടുക്കുന്നതിന് മുമ്പ് ഇതിന് ജസ്റ്റ് എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ ചെയ്യാം, പിന്നെ എക്സ് ഇൻറ്റു 3 ചെയ്യാം. അപ്പോൾ എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ ഇട്ട് കൊടുത്തിട്ട് എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ എക്സ് ക്യൂബാണ്, അതെടുത്ത് എഴുതി. മൈനസ് എക്സ് ഇൻറ്റു 3 എന്ന് പറയുന്നത് 3x, അത് ഇട്ട് കൊടുത്തു. ഇൻ്റഗ്രൽ 3x dx എന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇൻ്റഗ്രൽ ഓഫ് എക്സ് ക്യൂബ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇൻ്റഗ്രൽ ഓഫ് എക്സ് ക്യൂബ് ഡി എക്സ്. ഇൻ്റഗ്രൽ ഓഫ് എക്സ് ക്യൂബ് ഡി എക്സ്, ദാറ്റ് ഈസ് നമ്മൾ എക്സ് റേസ് ടു എന്നിനെ നമ്മൾ എങ്ങനെ എഴുതാം? എക്സ് റേസ് ടു n പ്ലസ് 1 ബൈ n പ്ലസ് 1 എഴുതില്ലേ? അതൊരു ഫോമാണ്, സ്റ്റാൻഡേർഡ് ഫോമാണ്. അത് യൂസ് ചെയ്തിട്ട് എക്സ് ക്യൂബിനെ എക്സ് റേസ് ടു 4 ഡിവൈഡ് ബൈ 4 എന്ന് എഴുതാൻ പറ്റും. മൈനസ് 3 ഇൻറ്റു ഈ എക്സിന് നമുക്ക് എങ്ങനെ എഴുതാം? ഈ ഫോം യൂസ് ചെയ്തിട്ട് എക്സ് സ്ക്വയർ ബൈ 2 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിന് നമുക്ക് എക്സ് റേസ് ടു 4 ഡിവൈഡ് ബൈ 4 മൈനസ് 3 ഇൻറ്റു എക്സ് ക്യൂബ് ബൈ എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് നമ്മുടെ കോൺസ്റ്റന്റ് സി ഇട്ട് കൊടുക്കാം. ഇതാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് നമുക്ക് സൈൻ കോസ് യൂസ് ചെയ്തിട്ട് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. അപ്പോൾ നെക്സ്റ്റ് cos 2x ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ എക്സ് cos സ്ക്വയർ എക്സ്. സോ cos 2x നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോം നമ്മുടെ ഇക്വേഷനിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. cos 2x എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ cos സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ് ആണ്, ഡിവൈഡഡ് ബൈ ഈ സൈൻ സ്ക്വയർ എക്സ് കോസ് സ്ക്വയർ എക്സ് ഇട്ട് കൊടുക്കാം. സൈൻ സ്ക്വയർ എക്സ് കോസ് സ്ക്വയർ എക്സ്. സോ കോസ് സ്ക്വയർ എക്സ് ഇനി ഇതിൽ ഇൻ്റഗ്രൽ ഉണ്ട് കേട്ടോ. ഇൻ്റഗ്രൽ ഡി എക്സ് ഇടാൻ മറക്കരുത്. ഇൻ്റഗ്രൽ ഡി എക്സ്. സോ ഇൻ്റഗ്രൽ കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ്. ഇതിന് നമ്മൾ ഇതിന് കോസ് സ്ക്വയർ എക്സിന് സൈൻ സ്ക്വയർ എക്സും കോസ് സ്ക്വയർ എക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് എഴുതണം. അത് കഴിഞ്ഞിട്ട് മൈനസ് സൈൻ സ്ക്വയർ എക്സിന് സൈൻ സ്ക്വയർ എക്സ് കോസ് സ്ക്വയർ എക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് എഴുതണം. സോ ഇൻ്റഗ്രൽ കോസ് സ്ക്വയർ എക്സ് ഡിവൈഡ് ബൈ സൈൻ സ്ക്വയർ എക്സ് കോസ് സ്ക്വയർ എക്സ് അങ്ങനെ എഴുതി. എന്നിട്ട് ഡി എക്സ് ഇട്ട് കൊടുക്കാം. മൈനസ് സൈൻ സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ എക്സ് കോസ് സ്ക്വയർ എക്സ് ഡി എക്സ്. ഓക്കെ, ഇനി നമുക്ക് ക്യാൻസൽ ചെയ്യേണ്ടതിനൊക്കെ ക്യാൻസൽ ചെയ്താൽ ഈ കോസ് സ്ക്വയർ എക്സിനെയും കോസ് സ്ക്വയർ എക്സിനെയും കൂടി ക്യാൻസൽ ചെയ്യാൻ പറ്റും. പിന്നെ ഈ സൈൻ സ്ക്വയർ എക്സിനെയും സൈൻ സ്ക്വയർ എക്സിനെയും കൂടി ഓൾറെഡി ക്യാൻസൽ ചെയ്യാൻ പറ്റും. എന്നിട്ട് നമ്മൾ എഴുതുന്നത് ഇൻ്റഗ്രൽ 1 ബൈ അപ്പോൾ
1/sin square x dx മൈനസ് ഇവിടെ എന്തായിരിക്കാം 1/cos square x dx ഇങ്ങനെ വരും. ഇനി ഇതിനെ എന്ത് എഴുതാം? 1/sin square x നമുക്ക് 1/sin square x മൈനസ് 1/cos square x. അതിന് 1/sin square x നമുക്ക് cosecus എന്ന് എഴുതാം. cosecus മൈനസ് 1/cos square x sec square x എന്ന് എഴുതാം. sec square x അതിന് ഓർക്കേണ്ടത് മൈനസ് ഉണ്ട് cosec square x ന്. സോ 1/sin square x മൈനസ് cosecus ആണ്, മൈനസ് 1/cos square x മൈനസ് sin x. സോ അത് നമുക്ക് ഇതിൽ ഇൻ്റഗ്രൽ ഉണ്ടല്ലോ, ഇതിലും ഇൻ്റഗ്രൽ ഉണ്ട്. സോറി, നമുക്ക് integral of minus cosecus dx minus integral of secus dx അങ്ങനെ എഴുതാം. ഇനി integral of minus cosecus dx നെ minus cot x എന്ന് എഴുതാം. minus cot x minus integral of secus dx നെ tan x അങ്ങനെ എഴുതാം. അപ്പോൾ നമുക്ക് ഇതിലിപ്പോൾ 2 മൈനസ് ഉണ്ട്. അപ്പോൾ നമുക്കിത് പ്ലസ് ആയിട്ട് ഓൾറെഡി ഒരു മൈനസ് പുറത്തേക്ക് എടുത്ത് എഴുതാണെങ്കിൽ മൈനസ് ഓഫ് കോട്ട് എക്സ് പ്ലസ് ടാൻ എക്സ് ഇങ്ങനെ കിട്ടി. ഇതിനെ നമ്മളൊരു കോൺസ്റ്റന്റ് ഇട്ട് കൊടുത്ത് എഴുതാണെങ്കിൽ മൈനസ് കോട്ട് എക്സ് പ്ലസ് ടാൻ എക്സ് ബ്രാക്കറ്റ് ഇടരുത് കേട്ടോ, കോട്ട് എക്സ് പ്ലസ് ടാൻ എക്സ് പ്ലസ് 3 അതാണ് ഇവിടെ ആൻസർ. അപ്പം ഇത് നമ്മൾ ഇൻ്റഗ്രൽ മെത്തേഡ് യൂസ് ചെയ്തിട്ട് 2 പ്രോബ്ലംസ് ചെയ്തു. ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അടുത്ത മെത്തേഡ് യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ്. പിന്നെ സ്റ്റാൻഡേർഡ് റിസൾട്ട് പറഞ്ഞുതരാം. അപ്പോൾ എല്ലാവരും ക്ലാസ് കണ്ടിന്യൂ.